നമസ്കാരം. മുംബൈ അന്ധേരി ഈസ്റ്റിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഡാൻസ് ബാറിൽ നിന്ന് 24 പെൺകുട്ടികളെ പോലീസെത്തി രക്ഷിച്ചു. ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത്. സൗകര്യങ്ങളൊന്നുമില്ലാതെ പാർപ്പിച്ചിരിക്കുക, നിരന്തരം ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുക, മർദ്ദിക്കുക, ഇതൊക്കെയായിരുന്നു ഡാൻസറിൽ ഒരാൾ നൽകിയ പരാതി. പരാതിക്കാരിയുടെ വിവരങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. തുടക്കത്തിൽ ഇടപാടുകാരെന്ന വ്യാജേന ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ടതോടെ റെയ്ഡിനായി പോലീസിനെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു റെയ്ഡ്. ഡാൻസ് ബാറിനുള്ള അനുമതി പത്രങ്ങളൊന്നും ഉടമകൾക്ക് ഹാജരാക്കാനായില്ല. അതുകൊണ്ട് തന്നെ ബാർ താൽക്കാലികമായി പൂട്ടി. ഉടമകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികളെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇവരുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഉടമകൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവുക. മുംബൈയുടെ പല പ്രദേശങ്ങളിലും ഇത്തരം അനധികൃത ഡാൻസ് ബാറുകൾ പ്രവർത്തിക്കുന്നു എന്ന് നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു. ചിലത് പോലീസിന് കൈക്കൂലി കൊടുത്ത് അന്വേഷണത്തിൽ നിന്നും ചില ഡാൻസ് ബാറുകൾ ഇത്തരത്തിൽ നടപടികളിൽ നിന്നും ഒഴിവാകാറുണ്ട്. നിരവധി പെൺകുട്ടികളെയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ച് ഈ അനധികൃത ഡാൻസ് ബാറുകളിൽ നൃത്തം ചെയ്യിപ്പിക്കുന്നത്. നൃത്തം ചെയ്യുക മാത്രമല്ല, സന്ദർശകരുടെ ലൈംഗിക ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഉടമകളുടെ ലൈംഗിക ആവശ്യങ്ങൾക്കുമൊക്കെ വഴങ്ങുകയും വേണം. സമയത്ത് ഭക്ഷണം പോലും കൊടുക്കില്ല. രാത്രി മുഴുവൻ നൃത്തം ചെയ്ത് തളർന്ന് ഒന്ന് ഉറങ്ങാനുള്ള സൗകര്യമോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമോ ഈ അനധികൃത ഡാൻസ് ബാറുകളിൽ ഒന്നും തന്നെയില്ല. ഡാൻസ് ബാറുകൾ മുംബൈയിൽ നിയമവിധേയമാണെങ്കിലും അതിന് പ്രത്യേകമായ ലൈസൻസും അതിന് പ്രത്യേകമായ ഫീസും ഈടാക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അനധികൃത ഡാൻസ് ബാറുകൾ കൂണുപോലെ മുംബൈ നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഇടപെട്ട് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം ഡാൻസ് ബാറുകൾക്കെതിരെയും അതിൻ്റെ ഉടമകൾക്കെതിരെയും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കേസെടുത്ത് അവ പൂട്ടിക്കുകയും അവിടെ ഇത്തരത്തിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളെ, നർത്തകരെയൊക്കെ തന്നെ രക്ഷിച്ച് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു തരത്തിലുള്ള നടപടിയും ഇത്തരക്കാർക്കെതിരെ ഉണ്ടാകാറില്ല എന്നതാണ് മറ്റൊരു കാര്യം.